യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കത്തിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ നടപടിയെടുത്തില്ല എന്ന് സിംഗിൾ ബെഞ്ച്. യാക്കോബായ വിഭാഗത്തെ സമാധാനിപ്പിച്ച് നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോടതി. ഇന്ത്യൻ ഭരണഘടനയാണ് പ്രധാനമെന്നും കോടതി. വിവരങ്ങളുമായി ഹൈക്കോടതിയിൽ നിന്നും ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഈ വിഷയത്തിൽ. ഏത് കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു? വിശദാംശങ്ങൾ എന്ത്? ലക്ഷ്മി, യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഈ നിർദ്ദേശം നടപ്പിലായില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് 6 പള്ളികളാണ് കോടതിയെ സമീപിച്ചത്. തൃശൂർ ഭദ്രാസനത്തിലെ ചെറുകുന്നം, മംഗലണ്ടാം, എരിക്കുംചിറ പള്ളികളും അതുപോലെ അങ്കമാലി ഭദ്രാസനത്തിലെ പുളുന്താനം, ഓടക്കാലി, മഴുവന്നൂർ പള്ളികളുമാണ് ഈ ഉത്തരവ് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് കോടതി തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇന്നിപ്പോൾ ഈ വിഷയം പരിഗണിക്കുമ്പോൾ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സർക്കാരിനെ വിമർശിക്കുകയാണ് ചെയ്തത്. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ നടപടിയെടുത്തില്ല എന്നായിരുന്നു കോടതിയുടെ വിമർശനം. അതുപോലെ യാക്കോബായ വിഭാഗത്തെ സമാധാനിപ്പിച്ചു നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന ആക്ഷേപവും ഉന്നയിച്ചു. ഇന്ത്യൻ ഭരണഘടനയാണ് പ്രധാനം. ജില്ലാ കളക്ടറാണ് ഇത്തരം വിഷയങ്ങളിൽ നടപടിയെടുക്കേണ്ടത്. ക്രമസമാധാന പ്രശ്നമുണ്ട് എന്ന് നിരന്തരം സർക്കാർ പറയുന്നു. എത്ര കാലം ഇങ്ങനെ പറയാൻ കഴിയും എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. പള്ളികൾ കൈമാറാൻ സർക്കാർ ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നായിരുന്നു കോടതി വിമർശിച്ചത്. ഇത് സർക്കാരിന്റെ കഴിവുകേടാണ് എന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ വിധി നടപ്പാക്കാൻ ശ്രമിക്കും എന്ന് സർക്കാർ കോടതിയെ ഇന്ന് അറിയിച്ചിട്ടുണ്ട്. എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ടായി ഫയൽ ചെയ്യണം എന്ന് കോടതി പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കോടതി സൂചിപ്പിച്ച മറ്റൊരു കാര്യം, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട സംഭവമാണ്. അല്ലെങ്കിൽ ഈ പള്ളി തർക്കവുമായി ബന്ധപ്പെട്ട് നിരവധി സ്ത്രീകളും കുട്ടികളും ഇതിൽ ഇൻവോൾവ് ആകുന്നു. അതുകൊണ്ട് തന്നെ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ വലിയ ഫോഴ്സ് ഉപയോഗിക്കരുത് എന്ന് കോടതി പറയുന്നുണ്ട്. വിഷയം സമാധാനപരമായി പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് AG ഇന്നും കോടതിയിൽ ആവർത്തിച്ചത്. ഏതായാലും 2 ആഴ്ചയ്ക്ക് ശേഷം ഈ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാർ ഇതിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നറിയിക്കും. ഓർത്തഡോക്സ് യാക്കോബായ സഭ തർക്കം പരിഹരിക്കുന്നതിൽ ഏതായാലും തർക്കം സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ നടപടിയെടുത്തില്ല എന്നുള്ള രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉയർത്തിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷബ്ന സിയാദ്.